ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സുനഭായോഗം എന്ന മഹത്തായ യോഗത്തെ സംബന്ധിച്ചും അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നും ജാതകന് ആ യോഗം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ജാതകത്തിലെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാമിടത്ത് അഥവാ രണ്ടാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളിൽ ആരെങ്കിലും സ്ഥിതി ചെയ്താൽ സുനഭ യോഗമാണ്. ചന്ദ്രന്റെ നാലാമിടത്ത് നിന്നാലും ഈ യോഗം ഉണ്ടെന്ന് പരാശര ആചാര്യൻ തുടങ്ങിയ മറ്റു ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും ചന്ദ്രന്റെ രണ്ടാമിടത്ത് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം. ഈ യോഗത്തിൽ ജനിക്കുമ്പോൾ ജാതകൻ സ്വയം അധ്വാനിച്ച് ധനം സമ്പാദിക്കുന്നവൻ ആയിരിക്കും. നല്ല ബുദ്ധിശക്തി ഉള്ളവനും വലിയ ധനികനും വളരെ വലിയ കീർത്തിയും യശസ്സും ഉള്ളവനും ആയിരിക്കുന്നതാണ്. ജാതകൻ ഒരു രാജാവോ രാജാവിന് തുല്യമായി ജീവിത സാഹചര്യങ്ങൾ ഉള്ളവനോ ആയിരിക്കുന്നതും ആണ്. ഇതാണ് സുനഭ യോഗത്തിൻ്റെ ഫലം. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് യോഗ കർത്താവ് ചൊവ്വ ആയിരുന്നാൽ ജാതകൻ നല്ല ഉത്സാഹശീലമുള്ളവനും നല്ല ശൗര്യമുള്ളവനും ഇഷ്ടം പോലെ ധനമുള്ളവനും സാഹസികമായ ഏത് പ്രവൃത്തിക്കും തയ്യാറുള്ളവനും ആയിരിക്കും. ചന്ദ്രന്റെ രണ്ടാമിടത്ത് ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ സർവ കാര്യങ്ങളിലും സാമർഥ്യമുള്ളവനും നല്ല വാക്ചാതുര്യം ഉള്ളവനും നല്ല വാക്കുകൾ പറയുന്നവനും കലകളിൽ നൈപുണ്യമുള്ളവനും ആയിരിക്കുന്നതാണ്. ചന്ദ്രന്റെ രണ്ടാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ വളരെ വലിയ ധനികനും ധർമ്മിഷ്ഠനും നിത്യവും സുഖിമാനും ആയിരിക്കും. ചന്ദ്രന്റെ രണ്ടാമിടത്ത് ശുക്രനാണ് യോഗകർത്താവായി നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല അഭിമാനിയും വലിയ ധനികനും സ്ത്രീകളോട് ആസക്തിയുള്ളവനും ആയിരിക്കും. ചന്ദ്രന്റെ രണ്ടാമിടത്ത് യോഗ കർത്താവായി ശനിയാണ് നിൽക്കുന്നതെങ്കിൽ അന്യന്മാർ സമ്പാദിച്ച ധനത്തെയും വിഭവങ്ങളെയും ഉപകരണങ്ങളെയും ഉപയോഗിക്കുന്നവനും സമൂഹത്തിൽ ഒരു നേതൃസ്ഥാനം ഉള്ളവനും അനവധി കാര്യങ്ങൾ ചെയ്യുന്നവനും ആയിരിക്കും. ഈ യോഗം ജാതകർക്ക് അനുഭവമാകണമെങ്കിൽ ചന്ദ്രന് പക്ഷബലം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങളുടെ നേരെ വിപരീതമായ അനുഭവങ്ങൾ ആയിരിക്കും ജാതകർക്ക് ഉണ്ടാകുന്നത്. ഈ യോഗം ഗ്രഹനിലയിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 30 വിധത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ യോഗമുള്ള ജാതകർ രാജപദവിയിൽ ഒന്നും എത്തിയില്ലെങ്കിൽ പോലും സാമ്പത്തികമായി വളരെ വലിയ അഭ്യുന്നതികൾ പ്രാപിച്ച് ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നവർ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ വളരെയേറെ ഉണ്ട് താനും. സുനഭായോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നും അതിൻ്റെ സവിശേഷതകളും പറഞ്ഞ വീഡിയോ
ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.